പശ്ചിമേഷ്യൻ യുദ്ധക്കളത്തിൽ കഴിഞ്ഞ 40 ദിവസമായി തുടരുന്ന കടുത്ത ഏറ്റുമുട്ടലുകൾ പേർഷ്യൻ ഉൾക്കടലിലെ സുരക്ഷാ സമവാക്യങ്ങളെ പൂർണ്ണമായും തിരുത്തിയെഴുതിയെന്ന് പ്രഖ്യാപിച്ച് ഇറാൻ രംഗത്തെത്തിയിരിക്കുന്നു. അമേരിക്കൻ സൈനിക വിന്യാസത്തിനും സാങ്കേതിക മികവിനും മേൽ തങ്ങൾക്ക് നേടാനായ മേൽക്കോയ്മ ചൂണ്ടിക്കാണിച്ചാണ് ടെഹ്റാൻ പുതിയ രാഷ്ട്രീയ നയതന്ത്ര നീക്കങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുന്നത്. മേഖലയിലെ വിദേശ ഇടപെടലുകൾ സുരക്ഷയ്ക്ക് പകരം ഗുരുതരമായ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നതെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം തുറന്നടിക്കുന്നുണ്ട്. ഈ സൈനിക ഏറ്റുമുട്ടലുകൾക്കിടയിൽ ലോകശ്രദ്ധ ആകർഷിച്ച പ്രധാന സംഭവങ്ങളിലൊന്ന് തകർന്നു വീണ അമേരിക്കൻ F-15 യുദ്ധവിമാനത്തിന്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് ഇറാനിയൻ സേന വീണ്ടെടുത്ത പ്രതിരോധ സാമഗ്രികളാണ്. ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഫാർസ് ന്യൂസ് പുറത്തുവിട്ട വിവരങ്ങൾ അനുസരിച്ച് തകർന്ന വിമാനത്തിൽ നിന്ന് അമേരിക്കൻ പൈലറ്റുമാർ ഉപയോഗിക്കുന്ന അത്യാധുനിക GAU-5A സർവൈവൽ റൈഫിൾ ഇറാൻ കസ്റ്റഡിയിലെടുത്തു. അടിയന്തര ഘട്ടങ്ങളിൽ തകർന്നു വീഴുന്ന വിമാനങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്ന പൈലറ്റുമാർക്ക് സ്വന്തം പ്രതിരോധത്തിനായി ഉപയോഗിക്കാൻ അമേരിക്കൻ വ്യോമസേന രൂപകൽപ്പന ചെയ്ത അത്യാധുനികവും മടക്കി വെക്കാവുന്നതുമായ ചെറു ആയുധമാണ് GAU-5A റൈഫിളുകൾ. ഇത്തരമൊരു അപൂർവ ആയുധം കൈക്കലാക്കാൻ സാധിച്ചത് അമേരിക്കൻ വിമാന നിർമ്മാണ സാങ്കേതിക വിദ്യയെയും അവരുടെ സർവൈവൽ ഗിയറുകളെയും കുറിച്ച് ആഴത്തിൽ പഠിക്കാൻ ഇറാനിയൻ സൈനിക എഞ്ചിനീയർമാർക്ക് അവസരമൊരുക്കും. 40 ദിവസം നീണ്ടുനിന്ന ഈ രൂക്ഷമായ പോരാട്ടം പേർഷ്യൻ ഉൾക്കടലിന്റെ ചരിത്രത്തിലെ തന്നെ നിർണായകമായ ഒരു വഴിത്തിരിവാണ് ഉണ്ടാക്കിയത്. മേഖലയിൽ തങ്ങളുടെ പടക്കപ്പലുകളും വ്യോമസേനാ താവളങ്ങളും ഉപയോഗിച്ച് അമേരിക്ക പുലർത്തിയിരുന്ന ഏകപക്ഷീയമായ സൈനികയാധിപത്യം ഇനി നടപ്പിലാക്കില്ലെന്ന കൃത്യമായ സന്ദേശമാണ് ഇറാൻ നൽകുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി സുപ്രധാനപരമായ നയതന്ത്ര നിലപാട് വ്യക്തമാക്കി രംഗത്ത് വന്നത്. പേർഷ്യൻ ഉൾക്കടൽ മേഖലയുടെ സുരക്ഷയ്ക്കായി വിദേശ സൈനിക ശക്തികളെയും അവരുടെ സൈനിക താവളങ്ങളെയും ആശ്രയിക്കുന്നത് എത്രത്തോളം അപകടകരമാണ് എന്നത് ഈ 40 ദിവസത്തെ യുദ്ധം തെളിയിച്ചതായി അദ്ദേഹം പ്രസ്താവിച്ചു. മേഖലയിലെ സുരക്ഷാ ആശങ്കകൾ പരിഹരിക്കുന്നതിനായി പുതിയൊരു കൂട്ടായ സുരക്ഷാ മാതൃക കെട്ടിപ്പടുക്കണമെന്നാണ് ഇറാൻ ഇപ്പോൾ ആഹ്വാനം ചെയ്യുന്നത്. പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ മുൻകൈയെടുത്ത് രൂപീകരിക്കുന്ന ഒരു സുരക്ഷാ വലയം വരണമെന്നും അതിന് ശക്തമായ സാമ്പത്തിക സഹകരണത്തിന്റെ പിന്തുണയുണ്ടായിരിക്കണമെന്നും ഇറാൻ ആവശ്യപ്പെടുന്നുണ്ട്. അമേരിക്കയുമായുള്ള കടുത്ത സൈനിക ഏറ്റുമുട്ടലുകൾക്കിടയിലും നയതന്ത്ര വാതിലുകൾ പൂർണ്ണമായി അടഞ്ഞിട്ടില്ലെന്ന സൂചനകളും ഇറാൻ നൽകുന്നുണ്ട്. ഇറാനും അമേരിക്കയ്ക്കും ഇടയിൽ നിലനിൽക്കുന്ന രൂക്ഷമായ പ്രതിസന്ധി ലഘൂകരിക്കുന്നതിനായി അയൽ രാജ്യമായ ഖത്തറും പാകിസ്ഥാനും മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്ന് അബ്ബാസ് അരാഗ്ചി വ്യക്തമാക്കി കഴിഞ്ഞു. ഇതോടൊപ്പം തന്നെ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ തടസ്സപ്പെട്ടു പോയ നയതന്ത്ര ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കാൻ ഗൾഫ് അയൽ രാജ്യങ്ങളുമായി ഇറാൻ ചർച്ചകൾ പുനരാരംഭിച്ചിട്ടുണ്ട്. സൗദി അറേബ്യ, UAE തുടങ്ങി പേർഷ്യൻ ഉൾക്കടലിലെ പ്രമുഖ അറബ് രാജ്യങ്ങളുമായി ടെഹ്റാൻ നിരന്തരം ആശയവിനിമയം നടത്തുന്നുണ്ട്. അമേരിക്കൻ യുദ്ധവിമാനം തകർന്നു വീണ സംഭവവും അതിൽ നിന്നുള്ള സാങ്കേതിക വിദ്യകൾ ഇറാൻ കരസ്ഥമാക്കിയതും പെന്റഗണിനുള്ളിൽ വലിയ ആശങ്കയ്ക്ക് വഴിവെച്ചിട്ടുണ്ട്. F-15 പോലെയുള്ള ഒരു പ്രമുഖ യുദ്ധവിമാനത്തിന്റെ പതനം അമേരിക്കയുടെ വ്യോമ മേധാവിത്വത്തിനേറ്റ കനത്ത പ്രഹരമായാണ് വിലയിരുത്തപ്പെടുന്നത്. അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നിലവിലെ സാഹചര്യം വലിയൊരു പുനർചിന്തനത്തിന് വഴി തുറക്കുന്നതാണ്. വർഷങ്ങളായി അമേരിക്ക നൽകുന്ന സുരക്ഷാ ഗ്യാരണ്ടിയെ വിശ്വസിച്ച് കഴിയുന്ന ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് അമേരിക്കൻ സേനയ്ക്കും വിമാനങ്ങൾക്കും നേരെ ഇറാന് നേരിട്ട് ആക്രമണം നടത്താൻ സാധിച്ചു എന്നത് വലിയൊരു മുന്നറിയിപ്പാണ്. പശ്ചിമേഷ്യൻ ഊർജ്ജ വിപണിയെയും ആഗോള സാമ്പത്തിക മേഖലയെയും ഈ സുരക്ഷാ മാറ്റങ്ങൾ നേരിട്ട് ബാധിക്കും. പേർഷ്യൻ ഉൾക്കടൽ പൂർണ്ണമായും സുരക്ഷിതമല്ലെന്ന അവസ്ഥ വരുന്നത് അന്താരാഷ്ട്ര ചരക്കു നീക്കത്തിനും എണ്ണ കയറ്റുമതിക്കും വലിയ ഭീഷണിയാണ്. റഷ്യയുടെയും ചൈനയുടെയും പരോക്ഷ പിന്തുണ ഇറാന് ലഭിക്കുന്നുണ്ട് എന്നത് ഇറാന്റെ നയതന്ത്ര ശേഷി വർദ്ധിപ്പിക്കുന്ന ഘടകമാണ്. അമേരിക്കയുടെ സ്വാധീനം കുറച്ച് പശ്ചിമേഷ്യയിൽ ഒരു പുതിയ സുരക്ഷാ സമവാക്യം കൊണ്ടുവരാനുള്ള ഇറാന്റെ നീക്കങ്ങൾക്ക് ഈ വൻ ശക്തികളുടെ പിന്തുണ മാറ്റുകൂട്ടുന്നുണ്ട്. ഈ 40 ദിവസത്തെ യുദ്ധം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണോ അതോ കൂടുതൽ രൂക്ഷമായ ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണോ എന്നത് വരും ദിവസങ്ങളിലെ അമേരിക്കൻ പ്രതികരണത്തെ ആശ്രയിച്ചിരിക്കും. ഇറാൻ മുന്നോട്ട് വെച്ച കൂട്ടായ സുരക്ഷാ നിർദ്ദേശം അമേരിക്കൻ ഭരണകൂടം എങ്ങനെ കാണുന്നു എന്നത് പ്രധാനമാണ്. അതേസമയം ഖത്തറിന്റെയും പാകിസ്ഥാന്റെയും മധ്യസ്ഥതയിൽ നടക്കുന്ന ചർച്ചകൾ പശ്ചിമേഷ്യയിൽ ഒരു താൽക്കാലിക വെടിനിർത്തലിലേക്ക് വഴി തുറന്നേക്കാമെന്നും റിപ്പോർട്ടുകളുണ്ട്.
ആയുധശക്തിയേക്കാൾ നയതന്ത്രത്തിനാണ് ഇനി പ്രാധാന്യം നൽകേണ്ടതെന്ന് ഇരുപക്ഷവും തിരിച്ചറിയുന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ ശുഭകരമായി അവസാനിപ്പിച്ചേക്കാം. F-15 വിമാനത്തിന്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് ലഭിച്ച GAU 5A റൈഫിൾ മുതൽ അബ്ബാസ് അരാക്ചിയുടെ കൂട്ടായ സുരക്ഷാ ആഹ്വാനം വരെയുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിലെ പുതിയ യാഥാർത്ഥ്യങ്ങളാണ്. ബാഹ്യശക്തികളുടെ ഇടപെടലുകൾ ഇനി എളുപ്പമല്ലെന്നും പേർഷ്യൻ ഉൾക്കടലിലെ സുരക്ഷാ സമവാക്യങ്ങൾ മാറിയെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് ടെഹ്റാൻ തങ്ങളുടെ നയതന്ത്ര സൈനിക നിലപാടുകൾ കൂടുതൽ ശക്തമാക്കി മുന്നോട്ടു പോവുകയാണ്.